പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കൂടി കർത്താവിൻ്റെ വചനവുമായി ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് പേജിൽ കൂടി നടക്കുന്ന 13ാമത് ഓൺലൈൻ കൺവെൻഷനിൽ കർത്താവിൻ്റെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റോസലിൻ സുരേഷിനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവദാസിദാസന്മാർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശക്തമായ രീതിയിൽ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസ്യന്മാരെ കർത്തൃദാസിമാരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായി അനേകം ആത്മീയ ശുശ്രൂഷകൾ ഇതിൽ കൂടി നടക്കുന്നുവല്ലോ. അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിൻപിലുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങൾ കേൾക്കപ്പെടുന്ന വചനത്തിൽ നിന്നും ആ വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായി യേശു കർത്താവിനെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയോടെ ഏറ്റവും സന്തോഷത്തോടെ എല്ലാ ദുഃഖങ്ങളെയും മറന്ന് കാത്തിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും പ്രതിസന്ധികളും രോഗങ്ങളും നിന്ദകളും ദുഷികളും ഒക്കെ നാം കേൾക്കുകയും അനുഭവിക്കുകയും അതിൽ കൂടിയൊക്കെയും കടന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ നാമനിമിത്തം നാം അതെല്ലാം സന്തോഷത്തോടെ സഹിച്ച് അതെല്ലാം ഛേദമെന്നെണ്ണി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം കർത്താവിൻ്റെ വരവില് നാം എടുത്തുകൊള്ളപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ദിനം വർഷങ്ങളായി കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി ശിഷ്യന്മാരോട് പറഞ്ഞ അവസാനത്തെ വചനങ്ങൾ അതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ കർത്താവ് ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞതിന് ശേഷം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. നോക്കുക, ശിഷ്യന്മാരും യേശു കർത്താവും മാത്രമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ കുറെ സംശയങ്ങളൊക്കെ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം അത്രയും പറഞ്ഞിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്ത യേശു കർത്താവിനെ നോക്കി നിന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ദൂതന്മാർ കടന്നു വന്നിട്ട് വെള്ളവസ്ത്രധാരികളായ 2 പുരുഷന്മാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ പ്രതീക്ഷയോടെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? എന്താ? നിങ്ങളെ വിട്ടിപ്പോൾ സ്വർഗാരോഹണം ചെയ്ത ഈ യേശു കർത്താവ് എങ്ങനെ സ്വർഗത്തിലേക്ക് പോയതായി നിങ്ങൾ കണ്ടുവോ? അതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാസ്തവമായി ചിന്തിക്കുന്നു, തുടർന്നുള്ള സമയങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികൾ നാം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അനേകയാവർത്തി ശിഷ്യന്മാർക്ക് വളരെ പ്രതികൂലങ്ങളുണ്ടായി, വളരെ പീഡനങ്ങൾ കൂടി അവർ കടന്നുപോയി. അവർ വല്ലാത്ത സമ്മർദ്ദത്തിൽ അകപ്പെട്ട സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നുവരെയും പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ സഭയ്ക്ക്, ദൈവജനത്തിന്, ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് വളരെ പീഡ ഈ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. ഈ കഷ്ടങ്ങളെയെല്ലാം അതിജീവിക്കുവാൻ ദൈവസഭയെ പ്രേരിപ്പിക്കുന്ന ഏകവചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനമാണെന്ന്. അതെങ്ങനെയാണ്? ആമേൻ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചിന്തിച്ചു അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് ദൈവവചന ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് തൻ്റെ തലമുറയിൽ പ്രത്യക്ഷനാകും, മടങ്ങി വരുമെന്നുള്ള ശ്രദ്ധേയമായ പല തിരുവെഴുത്തുകൾ അപ്പോസ്തലനായ പൗലോസിന്റെ തൂലികയിൽ നിന്നും ആമേൻ പുറത്തു വന്നിട്ടുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രസിദ്ധമായ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനമുണ്ട്. 4-ാം അധ്യായം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. സ്തോത്രം. അപ്പോസ്തലനാണ് തെസ്സലോനിക്ക ലേഖനത്തിന്റെ എഴുത്തുകാരനായ അപ്പോസ്തലൻ പറയുക, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. എന്താണ് അതിന്റെ അർത്ഥം? നാം എന്ന് പറയുമ്പോൾ തന്നെയും കൂടി ഉൾപ്പെടുത്തിയ സമൂഹത്തെയാണ് അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, തന്റെ തലമുറയിൽ താൻ മരണം പ്രാപിക്കുന്നതിന് മുൻപ് കർത്താവ് വരുമെന്ന് ആഴമായി വിശ്വസിച്ചിരുന്ന ശ്രേഷ്ഠനായ ദൈവഭൃത്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഈ ഭാഗം മാത്രമല്ല, ആവർത്തിച്ച് പലയിടങ്ങളിൽ അപ്പോസ്തലൻ കർത്താവിന്റെ വരവ് തന്റെ തലമുറയിൽ നടക്കുമെന്ന് ആഴത്തിൽ ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്ന ദൈവഭൃത്യനായിരുന്നു. എന്നാൽ തന്റെ തലമുറയിൽ അത് സംഭവിച്ചില്ല. അതിനുശേഷം ദീർഘവർഷങ്ങൾ കഴിഞ്ഞു. അനേക വ്യക്തികൾ കർത്താവിന്റെ വരവിനെ ആമേൻ ഇന്ന സമയത്ത് വരും, ഇന്ന ആണ്ടിൽ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ വരവിനെ കാത്തിരുന്ന് അത് സംഭവിക്കാതെ ഇരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ആമേൻ വിശ്വാസം വിട്ടുവിടുന്നു പോയ അനേകരെ നമുക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ രാത്രിയിലും നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ രാത്രിയിലും കർത്താവിന്റെ വരവിനെ ആമേൻ പ്രസംഗിക്കുന്നു. ഈ രാത്രിയിലും കർത്താവിന്റെ വരവിനെ കുറിച്ച് ഘോഷിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം നാം പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. ചിന്താഭാഗം അതല്ലാത്തത് കൊണ്ടും ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വിഷയം അതല്ലാത്തത് കൊണ്ടും അതിന്റെ ലക്ഷണങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ വരവ് എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വരവിന് ആമേൻ എന്താണ് നമുക്കതിൽ മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ വരവ് എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ എഴുതുക, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാൾ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിന് പലവിധമായിട്ടുള്ള പദങ്ങൾ, പല വാക്യങ്ങൾ, പല വചനങ്ങൾ, പല പദങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള കർത്താവിന്റെ വരവിനെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പദമാണ് കർത്താവിന്റെ നാൾ എന്നുള്ളത്. അപ്പോൾ കർത്താവിന്റെ നാൾ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ വരവെന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. കള്ളൻ പറഞ്ഞിട്ടാണോ പ്രിയപ്പെട്ടവരെ വരുന്നത്? ഞാൻ ഇന്ന സമയത്ത് വരും, ഇന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെ ഞാൻ കവർന്നുകൊണ്ട് പോകും, അല്ലെങ്കിൽ കവരുവാനാണ് ഞാൻ വരുന്നതെന്ന് ഒരു മുന്നറിയിപ്പും കള്ളൻ നൽകാറില്ല. പക്ഷേ എന്ന് വച്ചിട്ട് നാം എല്ലാ സമയവും രാത്രിയിൽ ഉറങ്ങുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ നാം രാത്രിയുടെ സമയത്ത് വിശ്രമിക്കുമ്പോൾ, ഇവിടെ കള്ളനൊന്നും ഇതുവരെയും കയറിയിട്ടില്ല, ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ കള്ളൻ കയറാത്ത ഭവനമാണ്, അതുകൊണ്ട് ഇന്നിതെല്ലാം തുറന്നു കിടക്കട്ടെ, ഇന്നെന്റെ വാതിലുകളെല്ലാം പകൽ സമയത്ത് എന്നതുപോലെ തുറന്നു കിടക്കട്ടെ എന്ന് നാം ഒരിക്കലും വിചാരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പകൽ സമയത്ത് നാം വാതിലുകളൊക്കെ ചിലപ്പോൾ തുറന്നിടാറുണ്ട് നമ്മുടെ ഭവനത്തിന്റെ. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും സകല വാതിലുകളും അടയ്ക്കും. എന്തിനു വേണ്ടിയാ? ഒരു മുൻകരുതൽ. ഇതുവരെയും ഒരു കള്ളൻ പോലും നമ്മുടെ ഭവനത്തിൽ വന്നിട്ടില്ല, നമ്മുടെ ഭവനത്തിന് സമീപേ വന്നിട്ടില്ല എങ്കിലും നാം എന്താണ്? വളരെ സുബോധമുള്ളവരായി, ബുദ്ധിയുള്ളവരായി നമ്മുടെ ഭവനത്തിന്റെ വാതിലുകളെല്ലാം അടച്ച് ഉറപ്പാക്കും. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആവർത്തിച്ച് വാതിലുകൾ അടച്ചോ എന്ന് സൂക്ഷ്മത്തോടെ പരിശോധിക്കുന്നവരുണ്ടല്ലേ. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, പിന്നെയും പോയി നോക്കുന്നവരുണ്ട്. കാരണം എന്താ?
ഉറപ്പുവരുത്തുകയാ, എൻ്റെ ഭവനത്തിന്റെ വാതിലുകളെല്ലാം സുരക്ഷിതമാണ്. സന്ദർഭവശാൽ ഒരുവനെങ്കിലും, ഒരു കള്ളനെങ്കിലും അകത്തു കയറാതിരിക്കത്തക്ക രീതിയിൽ എൻ്റെ വാതിലുകൾ അടച്ചുറപ്പുള്ളതാണോ എന്ന് ബുദ്ധിയുള്ളവൻ പരിശോധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ നാളുകളിൽ കള്ളൻ വന്ന പരിചയം കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തുകൊണ്ടാ? സുബോധമുള്ളത് കൊണ്ടും രാത്രിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും കള്ളൻ വരാൻ സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുമാണ് നാം അത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതേ ഉപമയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. അപ്പൊ ചുറ്റും പറയുന്നത് എന്താ? അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ചുറ്റും ജനം പറയും എല്ലാം സേഫ് ആയിട്ടിരിക്കുകയാണ്, എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്, എല്ലാത്തിലും ഞങ്ങൾ പെർഫെക്റ്റാ. പ്രൈസ് ദി ലോർഡ്. സമാധാനമെന്നും നിർഭയമെന്നും ചുറ്റുമുള്ള ജനം കാലത്തെ നോക്കി പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? ആ നാൾ കള്ളൻ എന്ന പോലെ ആമേ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുമുള്ള ജനം നിർഭയമെന്നും സമാധാനമെന്നും പറഞ്ഞ് വിശ്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ, അവർ സേഫ് ആയിട്ടിരിക്കുമ്പോൾ, അവർ സ്വസ്ഥത അനുഭവിച്ചു എന്ന് ചിന്തിച്ച് ആയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവജനത്തോട് ആമേൻ അപ്പോസ്തലനായ പൗലോസ് വചനത്തിൽ കൂടി പറയുന്നത് എന്താ? ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കം എപ്പോഴാ? രാത്രിയിൽ. ആമേൻ. കള്ളൻ എപ്പോഴാ വരുന്നത്? രാത്രിയിൽ. ഇത് രണ്ടും സംഭവിക്കുന്നത് രാത്രിയിലാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ ഭവനത്തിൽ കള്ളൻ വരുമെന്നൊരു മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കുന്നു എങ്കിൽ നാം ഉറങ്ങാതെ സുബോധമായിരിക്കും. എത്ര ഉറക്കക്ഷീണം നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിനെ ആ ചിന്ത ഭരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നാം ഉറങ്ങാതെ ഉണർന്നിരിക്കുവാനിടയായിത്തീരും. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഭവനത്തെ ആക്രമിക്കുവാൻ വരുന്ന കള്ളനെ പിടിക്കുവാൻ, നമ്മളിലുള്ള വിശേഷപ്പെട്ട ഒന്നും അവൻ കവർച്ച ചെയ്തുകൊണ്ട് പോകാതിരിക്കുവാൻ വേണ്ടി നാം സുബോധമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് അത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ ജനമേ, ചുറ്റുമുള്ളവർ സുഖമെന്നും സംതൃപ്തിയെന്നും സന്തോഷമെന്നും നിർഭയമായിരിക്കുന്ന അവസ്ഥയെന്നും പറയുമ്പോൾ ദൈവജനത്തിന് അങ്ങനെ ഇരിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നിർഭയമെന്നും സമാധാനമെന്നും പറഞ്ഞ് ദൈവജനം ഉറങ്ങിയും സുബോധമില്ലാത്തവരുമായിരിക്കുവാനല്ല ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുമെന്ന് ഉള്ള തിരിച്ചറിവ് അഗബോധത്തിൽ ഉണ്ടായിട്ട് അതിനു വേണ്ടി ആമേൻ സുബോധമായിരിക്കുവാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാൾ വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഈ കാലത്തിൽ അല്ലെങ്കിൽ ഈ പ്രസന്റ് നമ്മുടെ സിറ്റുവേഷൻ നാം വെച്ച് നോക്കുമ്പോൾ അനേക ലോക സംഭവങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുക. ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഈ ലോകത്തിനത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ലോക ജനതയ്ക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോക ജനതയ്ക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്ന ജനം മാത്രം, തന്നയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനം മാത്രം കേൾക്കുന്ന ആമേൻ കർത്താവിന്റെ ഗംഭീരനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കാഹളധ്വനി, പ്രധാന ദൂതന്റെ ശബ്ദം, അതൊക്കെ കാത്തിരിക്കുന്ന ദൈവജനത്തിന് മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സംഭവം നടന്നതിന് ശേഷമാണ് ലോകം അത് തിരിച്ചറിയുക. കൂടെ കളിക്കുന്നവരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, ഒരേ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, എന്തിനേറെ പറയുന്നു ഒരേ ആരാധനാലയത്തിലിരുന്ന് ആരാധിക്കുന്നവരുമായിരിക്കാം ഒരുപക്ഷേ. എന്നാൽ കാത്തിരിക്കുന്നവർക്ക്, വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർക്ക്, പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക ലേഖനം 1-2 തെസ്സലോനിക്ക ലേഖനം കർത്താവിന്റെ വരവിനെ ആഴത്തിൽ പറയുന്ന ലേഖനങ്ങളാണ്.
ധാരാളം ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം പിന്നെ വെളിപ്പാട് പുസ്തകം വരെ ലേഖനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ നീണ്ട നിര ഇങ്ങനെ കിടക്കുമ്പോൾ യേശു കർത്താവിനെ രണ്ടാം വരവുമായി ബന്ധപ്പെടുത്തി അതിശക്തമായി എഴുതിയിരിക്കുന്ന 2 ലേഖനങ്ങളാണ് 1, 2 തെസ്സലോനിക്ക ലേഖനങ്ങൾ. മറ്റു ലേഖനങ്ങൾ മറ്റു പലവിധ നാമങ്ങളിൽ അറിയപ്പെടുകയാണ്. കരാഗ്രഹ ലേഖനങ്ങൾ 4 ഉണ്ട്, ഇടയ ലേഖനങ്ങളുണ്ട്, പൊതുലേഖനങ്ങളുണ്ട്. പക്ഷേ 1, 2 തെസ്സലോനിക്ക ലേഖനത്തിൽ മാത്രം യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് എല്ലാ അധ്യായങ്ങളിലും സൂചിപ്പിച്ചിരിക്കുന്നതായ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ജനതയെ വിശ്വാസത്തിൽ നിലനിർത്തുക, കർത്താവിന്റെ വരവിന് വേണ്ടി അവരെ ഒരുക്കുക, പ്രതീക്ഷയോടെ അതിനുവേണ്ടി അവരെ കാത്തിരിപ്പാൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതിയതിന്റെ പിന്നിലെ ഉദ്ദേശം. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ബഹു കഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും പ്രൈസ് ദി ലോർഡ് നിങ്ങൾ എന്ത് ചെയ്തു? കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ വചനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ നിങ്ങൾ കൈക്കൊണ്ടു. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, തെസ്സലോനിക്ക സഭ വളരെ കഷ്ടത്തിൽ കൂടി കടന്നുപോയ സഭയാണ്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പ്രൈസ് ദി ലോർഡ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്ന ദൈവസഭയെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതി അവരെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന പീഡകൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദകൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി അത് ആമേൻ വെളിപ്പെടുന്നത് കർത്താവിന്റെ വരവിങ്കലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് അവരെ എഴുതി പ്രബോധിപ്പിക്കുക. ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി കഷ്ടങ്ങൾ അനുഭവിച്ച്, നിന്ദകൾ സഹിച്ച്, മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെട്ട്, ഹല്ലേലൂയ, പൊതുസമൂഹത്തിൽ പോലും നമ്മുടെ തല താഴ്ന്നു പോകത്തക്ക രീതിയിലുള്ള അപമാനങ്ങളിൽ കൂടി നാം കർത്താവിന്റെ നാമം നിമിത്തം കടന്നു പോകേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആഴത്തിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആരും അധൈര്യപ്പെട്ടു പോകരുത്. കഴിഞ്ഞ നാളുകൾ ക്രിസ്തുവിന്റെ നാമനിമിത്തം എന്തെല്ലാം നിന്ന സഹിക്കേണ്ടി വന്നു, എന്തെല്ലാം ആക്ഷേപം സഹിക്കേണ്ടി വന്നു, എന്തെല്ലാം പീഡകളിൽ കൂടി നിങ്ങൾ കടന്നുപോയോ, നിങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചോ, ഈ രാത്രിയിൽ തിരിച്ചറിയുക, ഇതിനെല്ലാം പ്രതിഫലം ആമേൻ ഇതെല്ലാം മാറുന്ന ഒരു ദിവസം കർത്താവിന്റെ വരവിന്റെ ദിവസമാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഞാൻ പറഞ്ഞല്ലോ, തെസ്സലോനിക്ക സഭയെ അവരുടെ വിശ്വാസത്തിൽ അവരെ നിലനിർത്തുകയാണ്. കർത്താവിന്റെ വരവിനെ ഓർപ്പിച്ചുകൊണ്ട് അവൻ ബലപ്പെടുത്തുന്ന വചനഭാഗങ്ങളാ ഇവിടെ അപ്പോസ്തലൻ പറയുക, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ 2 കൂട്ടം കാര്യം അവിടെ സംഭവിക്കുന്നത്. ഒന്നെന്താ? ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ രാത്രിയിൽ പറയട്ടെ, ആമേൻ നമ്മെ പീഡിപ്പിക്കുന്നവർക്ക്, ആമേൻ സുവിശേഷം അനുസരിക്കാത്തവർക്ക്, ആമേൻ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക്, നമ്മെ നിന്ദിക്കുന്നവർക്ക് നാം പ്രതികാരം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല, നാം അവരോട് എതിരിടാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് പ്രതികാരം ചെയ്യുവാൻ ഒരു ദിവസം സമാഗതമായിരിക്കുകയാ. ആസന്ന ഭാവിയിൽ ആ ദിവസം സംഭവിക്കുകയാ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഈ പ്രഭാതത്തിലും ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ ഇന്നലെ നടന്ന സൺഡേയിൽ മാത്രം നമ്മുടെ രാജ്യത്ത് ദൈവജനം പീഡിപ്പിക്കപ്പെട്ട, ദൈവസഭകളിൽ ആമേൻ നശിപ്പിച്ച, ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെട്ട ഒരു കൂട്ടം ലിസ്റ്റ്, ഏകദേശം 10-11ഓളം പേരുടെ അവൻ പേരുകൾ ഈ പ്രഭാതത്തിൽ ഞാൻ കേട്ടു. ഹല്ലേലൂയ. വളരെ ഹൃദയവേദന തോന്നി. ആമേൻ ആ മീറ്റിംഗ് ലീഡ് ചെയ്ത് കർത്താവിനെ ദാസിക്കുമ്പോൾ അത് പറയുവാൻ കഴിയാത്ത രീതിയിൽ താൻ പറഞ്ഞു, എന്താ പറയേണ്ടത്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ദൈവജനം ആമേൻ ഇന്നലെ നടന്ന പകൽ മാത്രം എത്രയിടത്ത് പീഡിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നാം ഈ പീഡയെല്ലാം ആമേൻ സന്തോഷത്തോടെ സഹിക്കുന്നറിയാമോ? നമുക്കെന്താ പ്രതികാരമില്ലാത്തറിയാമോ? പ്രതികാരം കൊടുക്കുവാൻ ഒരു ദിവസം ആമേൻ സർവശക്തനായ യേശു കർത്താവ് തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി പ്രത്യക്ഷനാകാൻ പോകുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ,
പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവജനമേ, നീ പീഡി അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ നീ? ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുവാൻ കർത്താവ് വരാറായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആമേൻ. ഇന്ന് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക്, ഇന്ന് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവജനമേ, ഇന്ന് പീഡ അനുഭവിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നിന്നെയായി തീർന്ന ദൈവ പൈതലേ, ഇന്ന് കൂത്തുകാഴ്ചയായി തീർന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് എന്താ പകരം കിട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പീഡ ഇന്ന് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം. ഹല്ലേലൂയ. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമുക്ക് നീതി കിട്ടത്തില്ല. ഇവിടെയുള്ള നീതിപീഠം ദൈവദാസന്മാരെ, ദൈവജനത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്ക് നീതി കൊടുക്കുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ സവിസ്തരം സധൈര്യം വചനത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നീതി ലഭിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്നും മാത്രമാ. ഹല്ലേലൂയ. എങ്ങനെയാ നമുക്ക് നീതി ലഭിക്കുന്നത്? പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. എവിടെ നിന്ന്? കർത്താവ് വരുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുവരെ ദൈവസഭ പീഡയിൽ കൂടി കടന്നുപോയേ കഴിയുകയുള്ളൂ. ആമേൻ. ദൈവജനം നിന്നയിൽ കൂടി കടന്നുപോയേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടി മഹത്വവും ഇട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇന്ന് സുവിശേഷം അനുസരിക്കാത്തവർ, നാം സുവിശേഷം നാളുകളായി പറഞ്ഞിട്ടും മനം തിരിയുവാൻ കഴിവില്ലാത്തവർ, അത് ഏറ്റെടുക്കുവാൻ സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തവർ, അതിനെ പുറംകാലം കൊണ്ട് തള്ളിക്കളയുന്നവർ, നമുക്കൊന്നും ഒരു ജോലിയുമില്ലാഞ്ഞിട്ട് നാം പറയുന്നതാണെന്ന് ചിന്തിച്ച് നമ്മെ പുച്ഛിച്ച് പുറന്തള്ളുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ കണ്ടേക്കാം, നമ്മുടെ ചാച്ചക്കാർ കണ്ടേക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർ കണ്ടേക്കാം. ഈ രാത്രിയിലും നാം അവരെ കുറിച്ച് നമ്മുടെ ഹൃദയവേദന ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. ആമേൻ. പക്ഷേ സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർ കർത്താവിന്റെ സന്നിധാനം വിട്ടകലും, അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകലും. അവർക്ക് വച്ചിരിക്കുന്നത് നിത്യനാശം എന്ന ശിക്ഷാവിധിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അവർക്ക് സുഖം അവർ അനുഭവിക്കുമായിരിക്കും, ഈ ലോകത്തിൽ അവർ സന്തോഷം അനുഭവിക്കുമായിരിക്കും, ഈ ലോകത്തിൽ അവർ സംതൃപ്തി അനുഭവിക്കുമായിരിക്കും. പക്ഷെങ്കിൽ സുവിശേഷം അനുസരിക്കാത്ത ഏതൊരുവരും കാത്തിരിക്കുന്നത് നിത്യനാശം എന്ന ശിക്ഷാവധിയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഏത് ഉന്നത ഉദ്യോഗസ്ഥനുമായിക്കൊള്ളട്ടെ, ഏത് അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവനായിക്കൊള്ളട്ടെ, അവൻ എത്രത്തോളം വിദ്യാഭ്യാസമുള്ളവനായിക്കൊള്ളട്ടെ, അല്ല എത്രത്തോളം ദരിദ്രനായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ യാതൊരു വിലയും കൽപ്പിക്കാത്തവനായിക്കൊള്ളട്ടെ, ആരായാലും സുവിശേഷം അനുസരിക്കാത്തവർക്ക്, ഓ ജീസസ്, സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യനാശം എന്ന ശിക്ഷാവധിയാ കാത്തിരിക്കുന്നത് ഈ രാത്രിയിൽ നാം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൂതന്മാരുമായി വരുമ്പോൾ ഹല്ലേലൂയ സംഭവിക്കുന്ന കാര്യങ്ങളാ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വളരെ പ്രത്യാശയോടെ നാം കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ ആമേൻ നാം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണമെന്നും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആമേൻ ആഗ്രഹിക്കുന്നു. ലഭ്യമായ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ വരുമെന്ന് ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് നാം സുബോധമുള്ളവരായി ആമേൻ ഒരുക്കമുള്ളവരായിരിക്കുവാൻ ആമേൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് വരുന്നു, എന്തിനു വേണ്ടി കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ, പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ, പീഡിപ്പിക്കുന്നവർക്ക് പകരം നൽകുവാൻ, സുവിശേഷം അനുസരിക്കാത്തവരെ ശിക്ഷാവധിയിലേക്ക് നടത്തുവാൻ കർത്താവ് വരാറായി. സ്തോത്രം. ഇന്നും നാം ഇത് പ്രസംഗിക്കുമ്പോൾ, ഇന്നും നാം ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ, നമ്മുടെ പ്രസംഗവും നമ്മുടെ പറച്ചിലുമെല്ലാം പോഷത്തരമെന്നും മടയത്തരമെന്നും പറഞ്ഞ് നമ്മെ നിന്ദിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം കണ്ടേക്കാം. പക്ഷേ നാം നിർത്തരുത്. നോഹ പ്രസംഗിച്ചതുപോലെ ആമേൻ അതുവരെയും ഉണ്ടാകാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് നോഹ പ്രസംഗിച്ചത്. എന്താ? മഴ പെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ മഞ്ഞു പൊങ്ങി അവൻ സസ്യങ്ങളെയും എല്ലാം നനച്ചുകൊണ്ടിരുന്ന കാലത്ത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, യാതൊരു അറിവുമില്ലാത്തൊരു സംഭവ വികാസം ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേട്ടുന്നത് ജനത്തിന് മുഴുവൻ ഭോഷത്വവും മടയത്വവുമായി തോന്നി.
നോക്കുക, നീണ്ട വർഷങ്ങൾ നോഹ പ്രസംഗിച്ചു. പക്ഷേ അത് എല്ലാവരും കേട്ടു കാണും. നോഹയെ കളിയാക്കിയതല്ലാതെ പ്രൈസ് ദി ലോർഡ് നോഹയുടെ വാക്കനുസരിക്കുവാൻ ആരും തയ്യാറായിരുന്നുവെങ്കിൽ ആ പെട്ടകത്തിൽ നോഹയുടെ കുടുംബമല്ലാതെ ആരെങ്കിലും ഒക്കെ കണ്ടേന്. ആ പെട്ടകത്തിൽ 8 പേർ മാത്രം, നോഹയുടെ കുടുംബം മാത്രം. നോഹ ദീർഘവർഷങ്ങൾ പ്രസംഗിച്ചിട്ടും ജനമെല്ലാം നോഹയെ മടയനെന്ന് വിളിച്ചു കാണും. ആമേൻ ആമേൻ സ്തോത്രം. ഭോഷൻ എന്ന് വിളിച്ചു കാണും. ഹല്ലേലൂയ. ബുദ്ധിഹീനൻ എന്ന് വിളിച്ചു കാണും. പക്ഷേ നോഹ പ്രസംഗിക്കുവാൻ തയ്യാറായി. ദൈവം കൈമാറിയ ആ ദൈവിക ഉളപ്പാട്, അതുവരെ കാണാത്തവയെ കുറിച്ച് ഉളപ്പാട് ഉണ്ടായിട്ടെന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അതുവരെ കാണാത്തവയെ കുറിച്ച്. ഇതും അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശു രണ്ടാമത് വരും, കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകും എന്നൊക്കെ നാം പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നാം പ്രസംഗിക്കുമ്പോൾ നമ്മെയും ലോകം ഭോഷരെന്നും മടയരെന്നൊക്കെ വിളിച്ചേക്കാം. നമ്മുടെ പ്രസംഗത്തിന് യാതൊരു കഴിവുമില്ലെന്ന് പറഞ്ഞേക്കാം. ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു നിസ്സാരമായി ഇതിനെ തള്ളിയേക്കാം പ്രിയപ്പെട്ടവരെ. പക്ഷേ നാം പറയുന്നത് നിർത്തരുത്. ആരെ കണ്ടാലും എപ്പോൾ അവസരം ലഭിച്ചാലും പറയുവാനുള്ള ഏക സദ്വർത്തമാനം, യേശു കർത്താവ് വരാറായി. ഹല്ലേലൂയ. കഷ്ടങ്ങൾ തീരാറായി, ദുഃഖങ്ങൾ തീരാറായി എന്നുള്ള സദ്വർത്തമാനം നാം മറ്റുള്ളവരോട് ഘോഷിക്കുവാൻ തയ്യാറാകണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആളുകൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ, നമ്മെ പരിഹസിക്കുന്നുണ്ടോ നിന്നെയാണോ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇതൊന്നും ഓർത്ത് നാം ആകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മെ ഏൽപ്പിച്ചത് നാം പറയുവാൻ തയ്യാറാകണം. കർത്താവ് വരാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു പഴയ തലമുറയുണ്ടായിരുന്നു. ഈ കർത്താവിന്റെ വരവിനെ മാത്രം നോക്കി പാർത്ത് ജീവിച്ച ഒരു പഴയ തലമുറ ക്രൈസ്തവ വിശ്വാസത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ യോഗങ്ങൾ പിരിയുമ്പോൾ അവസാനം പറഞ്ഞിരുന്നു മാറാനാഥ എന്ന. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കർത്താവ് വരാറായി. വളരെ പ്രത്യാശയോടെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന വചനമായിരുന്നു അത്. ഈ ലോകത്തിൽ അവർക്കൊന്നുമില്ല, ചെറ്റക്കുടിൽ അവർ കിടന്നുകൊണ്ടിരുന്നത്. മണ്ണെണ്ണ വിളക്കുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനോ 3 നേരം ആഹാരം കഴിക്കുവാനോ അവരുടെ കരങ്ങളിൽ യാതൊന്നും ഇല്ലാതിരുന്നപ്പോഴും അവർക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൂട്ടങ്ങളിൽ അവർ മാറാനാഥ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ആ പ്രത്യാശയിലും പ്രതീക്ഷയിൽ നിന്നും ആ ശുഭപ്രതീക്ഷയിൽ നിന്നും മറ്റെങ്ങൊക്കെയോ ഓടി മറഞ്ഞോ എന്ന് നാം സംശയത്തോടും വേദനയോടും കൂടി ചിന്തിക്കേണ്ടുന്ന സമയത്തിലായത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ താൽക്കാലികമായി കെട്ടിപ്പടുക്കുന്ന പലതിനും പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹം നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ മറ്റെല്ലാം മറന്ന് ഈ ലോകത്തിലെ സകലതും താൽക്കാലികമാണെന്ന് എണ്ണിക്കൊണ്ട് ആമേൻ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് ജീവിക്കുവാൻ നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധാലുക്കളാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കയറി വരുവീനെന്നുള്ള ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ ആമേൻ അതിന് തയ്യാറാകണം. നമ്മുടെ കാതുകളെ അതിന് യോഗ്യമാക്കി തീർക്കുവാൻ നാം ദിനംതോറും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവിടെ കയറി വരുവീരെന്നുള്ള സ്വരം കേൾക്കുവാൻ എൻ്റെ കാതിനെ സഹായിക്കണമേ, എൻ്റെ കാതുകൾക്ക് അത് കേൾക്കുവാനുള്ള കൃപ തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, എല്ലാവർക്കും കേൾക്കുവാൻ കഴിയത്തില്ല, എല്ലാവർക്കും ആ സ്വരം കേൾക്കുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. ആ സ്വരം കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ആമേൻ വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ ക്രമീകരിച്ച് ഓരോ ദിവസവുമല്ല ഓരോ നിമിഷവും ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാഹളധ്വനി കേൾക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ രാത്രിയിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ആമേൻ നമ്മെ എങ്ങനെ കാണുവാനാ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നും കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ.
ഭാര്യ ഭർത്തൃ ബന്ധത്തെ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധവുമായി താരതമ്യപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന വചനങ്ങളാണിത്. പക്ഷെ ഇവിടെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ആമേൻ. സഭയെ എങ്ങനെ കാണുവാനാ ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാ? കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൗതികമായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വധുവിന്റെ വധൂവരന്മാരുടെ വസ്ത്രധാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നതാ. ഏറ്റവും നമ്മളാൽ കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിവാഹ വസ്ത്രം ധരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. കാരണം എന്താ? അന്ന് അവിടെ വരുന്ന സകല മനുഷ്യരുടെയും ശ്രദ്ധാ കേന്ദ്രം വധൂവരന്മാരാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ വസ്ത്രത്തിൽ ഒരഴുക്കോ ഒരു പൊട്ടോ ഈവൻ ഒരു പോയിന്റ് പോലും ആമേൻ കാണാതെ ആ വസ്ത്രം അത്രയും പെർഫെക്റ്റ് ആയി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആയിരിക്കുവാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സഭയെ, നമ്മെ ഓരോരുത്തരെയും, മണവാട്ടി സഭയെ ആമേൻ കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ആമേൻ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കറ ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെ ആയിരിക്കണം? ശുദ്ധയായിരിക്കണം, നിഷ്കളങ്കയായിരിക്കണം. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ, മണവാട്ടിയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. എങ്ങനെയും ജീവിക്കുന്നവരെ ചേർക്കുവാനല്ല കേട്ടോ. നാടോടുമ്പോൾ നടുവേ ഓടുന്നവരെ പോലെ ജീവിക്കുന്നവരെ ചേർക്കുവാനല്ല കർത്താവ് വരുന്നതെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പലപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് എക്സ്ക്യൂസ് ചോദിക്കുമ്പോൾ എന്താ നാം പറയുന്നത്? ചോദ്യത്തിന് മറുപടിയായിട്ട് എന്താ പറയുന്നത്? അയ്യോ, എല്ലാവരും അങ്ങനല്ലേ, അതുകൊണ്ട് ഞാനും അങ്ങനെ ആകണ്ടേ, നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനല്ലേ, ഞാനും അങ്ങനെ ആകണ്ടേ എന്നാണ് പല ക്വസ്റ്റ്യനും നമുക്കുള്ള മറുപടി. എന്നാൽ ഈ രാത്രിയിൽ പറയട്ടെ ദൈവമക്കളെ, സ്വന്തം രക്തം കൊടുത്ത് ആമേൻ സഭയെ വേർതിരിച്ച കർത്താവ്, ശുദ്ധയും നിഷ്കളങ്കയുമായി സഭയെ മാറ്റിയ കർത്താവ് എന്തിനാ മാറ്റിയെന്നറിയാമോ? ആമേൻ നാടോടുമ്പോൾ നടുവേ ഓടാനല്ല, മറ്റുള്ളവർ ജീവിക്കുന്നതിനെ കൂട്ടി ജീവിക്കുവാനുള്ള ആളുമല്ല, മറ്റുള്ളവരോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കുവാനല്ല. ആമേൻ. സഭയെ കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതെന്ന് നാം മറന്നു പോകരുത്. പിന്നെ എന്താ? ശുദ്ധയും നിഷ്കളങ്കയുമായി നിലനിർത്തുവാൻ വേണ്ടി, കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ കാണുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ജീവിക്കുന്നത് ജീവിച്ചു പോകുവാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ, മണവാട്ടി സഭ എന്നും വ്യത്യസ്തയായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു വിവാഹത്തിന് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള 100, 500, 1000 സഹോദരിമാരുടെ കൂട്ടാണോ അന്ന് അവിടെ വന്നിരിക്കുന്ന വധു ഒരുങ്ങി വന്നിരിക്കുന്നത്? അല്ല. വധുവിന് മറ്റുള്ള സഹോദരിമാരിൽ നിന്നും പ്രത്യേകതയുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോഴേ കാണാൻ പറ്റും ഇന്നത്തെ വിവാഹത്തിലെ വധു ആരാണെന്ന്. അവിടെ ഇനി 1500 അല്ല, 5000 അല്ല, 10000 സഹോദരിമാർ ആമേൻ ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ വരുന്ന എല്ലാവർക്കും മനസ്സിലാകും വധു ആരാണെന്നുള്ളത്. കാരണം എന്താ? അവളുടെ വേഷവിധാനങ്ങളിൽ നിന്ന്, അവളുടെ രീതികളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആരാണ് വധു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അരുമനാഥനുമായിട്ടുള്ള അവൻ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയെ, ലോകം നിന്നെ നോക്കുമ്പോൾ, ലോകം എന്നെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ലോകത്തിന് മനസ്സിലാകണം ഇത് വേറെങ്ങാണ്ട് ആമേൻ പോകാനിരിക്കുന്നതാ, ഇത് വേറെന്തിനോ വേണ്ടി കാത്തിരിക്കുന്നതാ, ഇത് മറ്റെന്തിനെയോ പ്രതീക്ഷിച്ചിരിക്കുന്നതാ, ഈ ലോകത്തിലുള്ളതിനെ പ്രതീക്ഷിച്ചല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴേ ലോകം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നും. ഹല്ലേലൂയ. നിർഭാഗ്യവശാൽ അതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ ആമേൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവസഭ കറാം ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ നിഷ്കളങ്കയായി തീരുവാൻ, ശുദ്ധയായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള സഭയെ ചേർക്കുവാനാ കർത്താവ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കൈകൊട്ടി പാടിയതുകൊണ്ടോ, വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ, ആമേൻ, മറ്റു പലതും മാറ്റി വെച്ചതുകൊണ്ടോ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നാം അത് കേൾക്കണമെന്നില്ല കേട്ടോ. കർത്താവിൻ്റെ ഗാഹധ്വനി, പ്രധാന ദൂതന്റെ ശബ്ദം, ഇതൊന്നും നാം കേൾക്കണമെന്നില്ല. ജീവിതം
വ്യക്തിപരമായ ജീവിതം, അനുനിമിഷമുള്ള ജീവിതം, കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ക്രമീകരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയായിത്തീരുന്നു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്കായി, പ്രൈസ് ദി ലോർഡ്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർത്തുകൊള്ളുവാൻ. സ്തോത്രം. ലോകത്തിലുള്ളതിന്റെ പിറകെ പോകുന്നവരെ ചേർത്തുകൊള്ളുവാൻ എന്നല്ല വചനത്തിൽ വായിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം കാണുന്നുണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവൻ രണ്ടാമതും പാപം കൂടാതെ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാ വരുന്നത്? കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങൾ നാം ഒരുങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവ് എന്നുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കി തുടർമാനമായി ദൈവവചന സന്ദേശങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുക. അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കൂടി നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാം ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അസന്ന ഭാവിയിൽ സംഭവിക്കുന്നതിന് മുമ്പേ ഓർപ്പിച്ചതുപോലെ അതിവിദൂരമില്ലാത്ത ഭാവിയിൽ സംഭവിക്കുന്ന അതിപ്രധാനമായ ആ കാര്യത്തിൽ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യതയുള്ളവരായി തീരുവാൻ ഓരോ മിനിറ്റും, ഓരോ നിമിഷവും, ഓരോ ദിവസവും എന്നുള്ളതിനേക്കാൾ ഞാൻ ഒരു വടി കൂടി പറയട്ടെ, ഓരോ നിമിഷവും ആമേൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ നാം ഈ ദിവസങ്ങൾ ജാഗരൂകരായിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന പലതും നേടിയില്ല എങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ മരണം കൊണ്ട് ആമേൻ നാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന പലതും നമുക്ക് ഈ ലോക ജീവിതത്തിൽ ലഭ്യമായില്ല എങ്കിലും നിത്യത നഷ്ടപ്പെടുവാൻ ഇടവരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ത് വില കൊടുത്തും, എന്ത് ത്യാഗവും സഹിച്ചും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യതയുള്ളവരായി തീരുവാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഒരുങ്ങുവാൻ അല്പം നാം വില കൊടുത്തേ മതിയാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. സാധാരണ നയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട്, സാധാരണ പോകുന്ന ഒരു ജീവിതം കൊണ്ട് ഒരു പക്ഷേ കർത്താവിന്റെ വരവിൽ നമുക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയില്ല. നാം ഉപേക്ഷിക്കേണ്ടുന്ന പലതും കാണും, നാം വിട്ടകലേണ്ടുന്ന പലതും കാണും, ആമേൻ, നാം വിട്ട് മാറിക്കളയേണ്ടുന്ന പലതും കാണും. ഹല്ലേലൂയ. അതെല്ലാം വിട്ടുകളഞ്ഞ് കറ ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ സഭയെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ അതിലെ അംഗങ്ങളായി തീരുവാൻ ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടെ ഓരോ നിമിഷവും കാത്തിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം കേട്ടോ ആമേൻ, കേൾക്കുന്ന ശുശ്രൂഷിക്കുന്ന ഞാനും കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ് വളരെ ആമേൻ വിശുദ്ധിയോടെ ദിവസങ്ങളിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ വരവിനെ കുറിച്ച് അല്പമായി ഞങ്ങൾ ചിന്തിച്ചല്ലോ അപ്പാ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ലക്ഷ്യം തന്നെ കർത്താവിന്റെ വരവാണല്ലോ. ദൈവമേ, അങ്ങയുടെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. അതിന് തടസ്സമായി ഞങ്ങളിലുള്ള സകല അശുദ്ധികളെയും ആമേൻ ദൈവം നീക്കി ആമേൻ കർത്താവിന്റെ വിശുദ്ധി പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലുള്ള കറാച്ചുളുക്കമെല്ലാം മാറ്റണമേ, ശുദ്ധരാക്കി തീർക്കണമേ, നിഷ്കളങ്കരാക്കി തീർക്കണമേ. ദൈവപ്രവർത്തിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനായി സ്തോത്രം. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മുടെ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സന്ധ്യയെങ്കിൽ വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കൃപ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. താൽക്കാലികമായി ഈ ലോകത്തിൽ പീഡ അനുഭവിക്കുന്ന ദൈവജനമേ, നമുക്കുള്ള ആശ്വാസം കർത്താവിന്റെ സന്നിധിയാ. അവിടെ എത്തുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. ഇന്ന് പീഡ അനുഭവിക്കുന്നു, നാം പ്രതികാരം ചെയ്യാതെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആമേൻ നമ്മെ തന്നെ വിശുദ്ധിയോടെ ഓരോ നിമിഷവും ഒരുക്കി കാത്തിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വളരെ ആഹ്വാനത്തോടുകൂടി പ്രാർത്ഥനയോടും കൂടി ഈ രാത്രിയിലെ വചനധ്യാനത്തിൽ നിന്ന് വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങുവാൻ, വ്യക്തിപരമായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ. ആമേൻ.